നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ സരളി വരിശ എങ്ങനെയാണ് പാടുക എന്നുള്ളതാണ്. ആദ്യം ഒന്നാം കാലം, ഒരു ബീറ്റിൽ ഒരു സ്വരം വെച്ചിട്ട് വേണം ഒന്നാം കാലം പാടാനായിട്ട്. സ രി ഗ സ രി ഗ സ രി സ രി ഗ മ പ ധ നീ സ. അവരോഹണം സാ നീ ധ സാ നീ ധ സാ നീ സാ നീ ധ പ മ ഗ രി സ. അടുത്തതായിട്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാം കാലാണ്. ഒരു ബീറ്റിൽ രണ്ട് സ്വരം വെച്ചിട്ട് വേണം പാടാനായിട്ട്. സ രി ഗ സ രി ഗ സ രി സ രി ഗ മ പ ധ നീ സ സാ നീ ധ സാ നീ ധ സാ നീ സാ നീ ധ പ മ ഗ രി സ. ഇനി അടുത്തത് മൂന്നാം കാലാണ്. രണ്ടാം കാലത്തിന്റെ ഇരട്ടി സ്പീഡിൽ വേണം മൂന്നാം കാലം പാടാനായിട്ട്. സ രി ഗ സ രി ഗ സ രി സ രി ഗ മ പ ധ നീ സ സാ നീ ധ സാ നീ ധ സാ നീ സാ നീ ധ പ മ ഗ രി സ. അടുത്തതായിട്ട് നാലാം കാലാണ്. മൂന്നാം കാലത്തിന്റെ ഇരട്ടി സ്പീഡിൽ വേണം നാലാം കാലം പാടാനായിട്ട്. സരി ഗ സരി ഗ സരി. ആദ്യത്തെ ബീറ്റിൽ തന്നെ ഇത്ര സ്വരങ്ങൾ നമ്മൾ പാടി, 8 സ്വരങ്ങൾ നമ്മളിവിടെ പാടിയിട്ടുണ്ട്. സരി ഗ സരി ഗ സരി സരി ഗ മ പ ധ നി സ സാ നി ധ സാ നി ധ സാ നി സാ നി ധ പ മ ഗ രി സ. സരി ഗ സരി ഗ സരി സരി ഗ മ പ ധ നി സ സാ നി ധ സാ നി ധ സാ നി സാ നി ധ പ മ ഗ രി സ. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പഠിച്ചോളൂ. അപ്പം എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കുക. താങ്ക് യു.